എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ മനുഷ്യരെ വെറും മൃഗങ്ങളെക്കാൾ നികൃഷ്ടമാക്കി കാണിക്കുന്ന ചില മനുഷ്യരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ശരിക്ക് പറഞ്ഞാൽ നമ്മൾക്ക് ചിലർക്ക്, എല്ലാവരുടെയും കാര്യമില്ല, കുറേ ആളുകൾക്ക് ഒരുപാട് പണം ഉണ്ടാവും. നമ്മളെപ്പോലുള്ള കുറേ ആളുകൾക്ക് ഒന്നും ഉണ്ടാവില്ല. ഈ പണവും സമ്പാദ്യവും ഒന്നും നമ്മൾ എത്ര തലയും കുത്തി നിന്നാലും ചില സമയത്തൊന്നും ഉണ്ടാവില്ല. നശിച്ച് പണ്ടാറടങ്ങത്തേ ഉള്ളൂ. എന്നാൽ അതിനാണ് പണ്ടുള്ളവർ പറയുന്നത് തലയിലെഴുത്തോടു കൂടി ജനിക്കണം എന്ന് പറയുന്നത്. ചിലർ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അവർക്ക് പൈസ വരും. ഉണ്ടാകുന്നതും ഉണ്ടാകാത്തതും ആരുടെയും കുറ്റം കൊണ്ടല്ല. ചിലരുണ്ട് പൂർവികരായിട്ട് കിട്ടുന്നത് മുഴുവനും കുടിച്ചും അർമാദിച്ച് നശിപ്പിച്ച് തീർക്കുന്ന ആളുകളും ഉണ്ട് ഈ ലോകത്ത്. ഇല്ലെന്നല്ല. കയ്യിൽ കിട്ടുന്ന സമ്പാദ്യത്തെ സ്വരുക്കു കൂട്ടി വെച്ച് അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതെ ഉള്ള മുതൽ നശിപ്പിച്ച് നാമാവിശേഷമാക്കുന്ന ആളുകളും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ചില ആളുകളെങ്കിലും ധനം തലയ്ക്ക് മീതെ കൂടുമ്പോൾ അതിൽ മത്ത് പിടിച്ച് എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ആളുകളുമുണ്ട്. ചിലരൊക്കെ എങ്ങനെയാണെന്നറിയാമോ? അവർക്ക് എല്ലാം ഉണ്ടാവും. അവരുടെ വീട്ടിൽ അവർക്ക് എല്ലാം ഉണ്ടാവും. പക്ഷേ സാധാരണക്കാരായ മനുഷ്യരോട് അവർക്ക് പുച്ഛമാണ്. പ്രത്യേകിച്ചും വീട്ടിലൊക്കെ എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ട് ആളുകൾ വരുന്നവരെ, ചിലപ്പോൾ മേസ്തിരി പണിക്കായിരിക്കും, ചിലപ്പോൾ അല്ലാതെയുള്ള ഏതെങ്കിലുമൊക്കെ പണിക്കായിരിക്കും, ചിലപ്പോൾ കാർപ്പൻ്റർ പണിക്കായിരിക്കും, അങ്ങനെ പലതിനുമായിരിക്കും. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന ആളുകളെ വളരെ നികൃഷ്ടമായ രീതിയിൽ പുച്ഛത്തോടു കൂടി കണക്കാക്കുന്ന മനുഷ്യരും ഉണ്ട്. എന്നാൽ അതൊന്നും അല്ലാതെ വീട്ടിൽ വരുന്ന മനുഷ്യരെ അവരെ മനുഷ്യരായിട്ട് കണ്ട് അവരെ നല്ല രീതിയിൽ അവർക്ക് ഫുഡും വെള്ളവും ഒക്കെ കൊടുക്കുന്ന ആളുകളും ഉണ്ട്. ഇല്ല എന്നല്ല പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ദരിദ്രവാസികളായ പണക്കാരുടെ ഒരു കാര്യമാണ് പറയുന്നത്. ഞാൻ അവരുടെ വീടോ പേരോ അഡ്രസ്സോ ഒന്നും പറയുന്നില്ല. പക്ഷേ എൻ്റെ കണ്ണിലൊരു വീഡിയോ കണ്ടെന്ന് എനിക്ക് വല്ലാതെ വിഷമം തോന്നിയ ഒരു വീഡിയോ ആയിരുന്നു. കാര്യം, ഒരു വീട്ടിൽ ജോലിക്ക് വന്ന ആളുകൾ അവർ കുടിക്കാൻ ഇത്തിരി വെള്ളം ചോദിച്ചപ്പോൾ വളരെ നികൃഷ്ടമായ രീതിയിൽ ഇന്ന് കുപ്പത്തൊട്ടിയിൽ പോലും എടുത്ത് കളയാതെയുള്ള ഒരു ഗ്ലാസ് അവർക്ക് കൊടുത്തു. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. എന്നാൽ അത് നിങ്ങളും കൂടി കണ്ടിരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എനിക്ക് പറയാനുള്ളത്, ഇന്ന് നമ്മൾ കൈപ്പിടിയിലാക്കി വച്ചിരിക്കുന്നതൊന്നും ഇന്നലെ നമ്മുടെ കയ്യിലായിരുന്ന സാധനങ്ങളല്ല. ഇന്നത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് ചോർന്നു പോവും കൈക്കുള്ളിൽ നിന്നും. എന്നും എല്ലാം ഒരാളുടേതായിട്ടിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടേതായിരിക്കുന്നത് പലതും ഇന്നലെ മറ്റാരുടേതോ ആയിരുന്നു. അതുപോലെ നാളെ നമ്മൾ വിട്ടുകൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അത് ധനമായാലും പ്രാണനായാലും എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ കാണാം. അതിനുശേഷം നമ്മൾ സംസാരിക്കാം. പട്ടിയാളും ആരെയാണ് പോലെ പണിക്കാരെ കണക്കാക്കി ചിലവൊന്നും കിട്ടുന്നില്ല. വെള്ളം കിട്ടില്ല, ആയി കിട്ടില്ലേ, ഗ്ലാസിൻ്റെ ഒക്കെ എന്തെങ്കിലും സന്നിധാനം പനിക്കാരെ കുത്ത പണിക്കാരൊക്കെ നായ്പ്പളം വരെയാണ് പറയുന്നത്. ക്യാമ്പിൽ പറയുന്നത് ഇതിപ്പോൾ എന്താ വാണ്ടപ്പണി ഇത് വലിച്ചാൽ എന്താ വേണ്ടെന്ന് പറയും. വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ തന്നാണ്. പട്ടിയാളും ആരെയാണ് പോലെ പണിക്കാരെ കണക്കാക്കി പനിക്കാരെ കുത്ത പണിക്കാരൊക്കെ നായ്പ്പളം വരെയാണ് പറയുന്നത്. ക്യാമ്പിൽ പറയുന്നത് അവർ പറയുന്നതെന്ന് വെച്ചാൽ വെള്ളം കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ് ചോദിച്ചപ്പോൾ കൊടുത്തതാണ്. പട്ടിയെ പോലെയാണ് പണിക്കാരെ കാണുന്നതെന്നാണ് അവർ പറയുന്നത്. ഉണ്ടല്ലേ? അപ്പോൾ അവർ പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്.
പട്ടിയെ പോലെ മനുഷ്യനെ കാണുന്ന ആളുകൾക്ക് മാത്രമേ ഇത്രയും വൃത്തികെട്ട പാത്രത്തിൽ, അതും ഇന്നത്തെ കാലത്ത് ഇത്രയും വൃത്തികെട്ട പാത്രം എവിടെയെങ്കിലും ഉണ്ടോ, വീട്ടിനകത്തൊക്കെ സൂക്ഷിച്ച് വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതുപോലെ ജോലിക്കൊക്കെ വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത്. എന്തായാലും പാവം അവരെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമായിട്ടുണ്ട്. അത് തുല്യമായിട്ടുണ്ടെന്നല്ല, ഇൻസൾട്ട് ചെയ്തത് തന്നെയാണ്. ഇതിനേക്കാൾ ഭേദം ഇവിടെ ഗ്ലാസ് ഇല്ല എന്ന് പറയുന്നതായിരുന്നു. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കൊടുത്തിട്ട് അത് പിന്നീട് ഇവർക്ക് എടുക്കാതിരിക്കാമായിരുന്നു, എന്ത് വേണേലും ചെയ്യാമായിരുന്നു, അത് മറ്റാരും അറിയത്തില്ലായിരുന്നല്ലോ. എന്ത് മനുഷ്യരായത്. കൊറോണ വന്ന സമയത്ത് ആരെല്ലാമാണ് സംരക്ഷിക്കാനായിട്ടിരുന്നത് അല്ലേ? എന്ന് വെച്ചാൽ കൊറോണ വന്ന സമയത്ത് വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാതെ എല്ലാവരും കഥകടച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, അസുഖത്തെ ഭയന്നിട്ട്. ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്ന ആ ഒരു സമയത്ത്. അപ്പോൾ ഏതെല്ലാം ജാതിയിലും മതത്തിലും പെട്ട യുവാക്കളായിരുന്നു ഓരോ വീടുകളിലും കിറ്റുകളും പച്ചക്കറികളും എല്ലാം കൊണ്ടെത്തിച്ചു തന്നത്. ഈ കൊറോണ വന്ന വീടുകളിലെ കാര്യമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ടായിരുന്നു. എൻ്റെ വീട്ടിലും വന്നിട്ടുണ്ടായിരുന്നു ആദ്യ സമയത്ത് തന്നെ കൊറോണ. നമ്മളെ വീട്ടിൽ 2-3 പേർക്ക് വന്നിട്ടുണ്ടായിരുന്നു, എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങാണ്ട് വീട്ടിനുള്ളിലായിരുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ നാട്ടിലുള്ള പിള്ളേരന്മാരാണ് നമുക്ക് പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, അതുപോലെ പലചരക്ക് സാധനങ്ങൾ എല്ലാം കൊണ്ടുവന്ന് ഗേറ്റിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് തന്നിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു മഹാമാരി ഇനിയും വരികയാണെങ്കിൽ തീരാവുന്നതേ ഉള്ളൂ ഈ അഹങ്കാരങ്ങളെല്ലാം. ഒരു പ്രളയം വന്നപ്പോൾ ആ വീട്ടിലുള്ള താമസിച്ചിരുന്ന ആളുകളുടെ പ്രാണനും മാത്രമല്ല കൊണ്ടുപോയത്, അവരുടെ വിലപ്പെട്ട സമ്പാദ്യങ്ങൾ അത്രയും കൊണ്ടുപോയി. ഒരു വീട് നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമായപ്പോൾ ആ വീട്ടിനുള്ളിൽ ഗോൾഡ് ഉണ്ടാവും, പണമുണ്ടാവും, റേഷൻ കാർഡ്, ആധാർ കാർഡ് എന്ന് വേണ്ട, വീട്ടുപ്രമാണം എന്ന് വേണ്ട സകലമാന രേഖകളും ഉണ്ട്. അതെല്ലാം കൊണ്ടുപോയി. വീട്ടിലുള്ള ഫർണിച്ചറുകൾ മുഴുവനും കൊണ്ടുപോയി. ആശയോടുകൂടി വെച്ച വീടുകളാണ് പലർക്കും നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യം. പണ്ടത്തെ കാലമൊന്നുമല്ല. പണ്ടൊക്കെ പതുക്കെ കിട്ടോളായിരുന്നു. ഇപ്പോഴാണെങ്കിൽ പറയുന്നതിനെ വെച്ച് കയ്യോടെയാണ് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു രോഗം വന്നാൽ, ഒരു ക്യാൻസർ വന്നാൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു രോഗം വന്നാൽ തീരത്തക്ക കാര്യമുള്ളൂ. നമ്മളിന്ന് മേലോട്ടെടുക്കുന്ന ശ്വാസം നാളെ താഴോട്ട് വന്നില്ലെങ്കിൽ എല്ലാ അഹങ്കാരവും അതോടുകൂടി തീരും. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ, ഒരു മനുഷ്യൻ എത്രത്തോളം നികൃഷ്ടനാക്കി കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം, ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് അനേബിൾ ചെയ്തേക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.